മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളെ ഇപ്പോൾ പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ചെമ്പരത്തി എന്ന് പറയുന്ന ഒരു സസ്യത്തെപ്പറ്റിയാണ്. കേരളീയ ഭവനങ്ങളിൽ വളരെ പണ്ട് കാലം മുതൽ തന്നെ നട്ടുവളർത്തി പരിപാലിച്ചു വന്നിരുന്ന ഒരു സസ്യമാണ് ചെമ്പരത്തി. ചെമ്പരത്തി ഒരേ സമയം തന്നെ പൂ ചെടിയായിട്ടും ഔഷധ സസ്യമായിട്ടും നമുക്ക് ഉപയോഗിക്കാം. ചെമ്പരത്തിയുടെ പൂവ്, ഇല, വേര് എന്നിവയെല്ലാം തന്നെ ഔഷധ സസ്യമാണ്. യാതൊരു വിധത്തിലുള്ള പണച്ചെലവുമില്ലാതെ നമുക്ക് ചട്ടികളിലോ അതല്ലെങ്കിൽ നമ്മുടെ മണ്ണിലോ നട്ടുവളർത്താൻ കഴിയുന്ന അപൂർവം ചില സസ്യങ്ങളിലൊന്ന് മാത്രമാണ് ചെമ്പരത്തി. എല്ലാ ദിവസവും പൂക്കൾ ഉണ്ടാകുന്ന നിത്യപുഷ്പണിയാണ് ചെമ്പരത്തി. ഇന്ന് കേരളത്തിൽ വിവിധ ഇനങ്ങളിലുള്ള ചെമ്പരത്തികൾ ഉണ്ട്. 100ഓളം ഇനത്തിൽപ്പെട്ട വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെമ്പരത്തികൾ ഇന്ന് നഴ്സറികളിൽ ലഭ്യമാണ്. എന്നാൽ 5 ഇതളുകളുള്ള ചുവപ്പ് നിറമുള്ള ഈ ചെമ്പരത്തിപ്പൂവാണ്, ഇതുണ്ടാകുന്ന ചെമ്പരത്തി മരമാണ് മരുന്നിനായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത്. കാരണം ഔഷധ ഗുണം ഏറ്റവും കൂടുതലുള്ളത് ഈ ചെമ്പരത്തിപ്പൂവിനും ഇത് ഉണ്ടാകുന്ന ഈ ചെടിയുടെ ഇലയ്ക്കും ഇതിൻ്റെ വേരിനുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളച്ചെമ്പരത്തിക്കാണ്. വെള്ളച്ചെമ്പരത്തിക്കും ചില ഔഷധ ഗുണങ്ങൾ ഉണ്ട് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല. മലേഷ്യയുടെ ദേശീയ പുഷ്പമാണ് ചെമ്പരത്തി. അപ്പം ഇന്ത്യയിലുടനീളം പ്രത്യേകിച്ച് കേരളത്തിൽ സമർത്ഥമായി വളരുന്നുണ്ട്. കാരണം നമ്മുടെ പ്രദേശം സമശീതോഷ്ണമാണ്. അതായത് കഠിനമായ ചൂടോ കഠിനമായ തണുപ്പോ ഇല്ലാത്ത പ്രദേശങ്ങളിലാണ് ചെമ്പരത്തി സമൃദ്ധമായി വളരുന്നത്. ചെമ്പരത്തിയുടെ ഇല നല്ല ഒരു താളിയാണ്. ചെമ്പരത്തിയുടെ ഇല പറിച്ചെടുത്ത് അത് ചതച്ച് വെള്ളവുമായി കലർത്തി അത് പിഴിഞ്ഞെടുത്ത് ആ ലായനി ഉപയോഗിച്ച് തല കഴുകുകയാണെങ്കിൽ, നിത്യേന കഴുകുകയാണെങ്കിൽ തലയിലെ ആ അടിഞ്ഞുകൂടുന്ന അഴുക്കുകൾ പൂർണ്ണമായിട്ടും പുറന്തള്ളപ്പെടുകയും ഒപ്പം നമ്മുടെ തലമുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കുകയും താരൻ, മുടികൊഴിച്ചിൽ എന്നീ രോഗങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുകയും ചെയ്യുന്നു എന്നത് സത്യം തന്നെയാണ്. ഒപ്പം മുടി സമർത്ഥമായി വളരാനും ഇതുമൂലം കഴിയുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, ചെമ്പരത്തിപ്പൂവിന് ഭൂമിയിൽ നിന്നും സ്വർണ്ണത്തെ നേരിട്ട് ചെമ്പരത്തിക്ക് ഭൂമിയിൽ നിന്നും സ്വർണ്ണത്തെ നേരിട്ട് വലിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേകമായ കഴിവുണ്ട്. അത് വളരെ വിരളമായ സസ്യങ്ങൾക്ക് മാത്രമേ അങ്ങനെ ഒരു കഴിവ് പ്രകൃതി കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ചെമ്പരത്തിപ്പൂവിൽ സ്വർണ്ണത്തിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അപ്പം ചെമ്പരത്തിപ്പൂവ് നമ്മൾ കഴിക്കുന്ന മൂലം നമുക്കത് ചായയാക്കി കഴിക്കാം, പലഹാരത്തിൽ ചേർത്ത് കഴിക്കാം, മറ്റ് കറികളുണ്ടാക്കി കഴിക്കാം. അങ്ങനെയൊക്കെ കഴിക്കുന്ന മൂലം നമുക്ക് നമ്മുടെ ഉള്ളിൽ ഈ സ്വർണ്ണത്തിൻ്റെ അംശം എത്തിച്ചേരുകയും അങ്ങനെ നമ്മുടെ ശരീരത്തിന് ഒട്ടനവധി ഔഷധ ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതും സത്യം തന്നെയാണ്. ചെമ്പരത്തിപ്പൂവിട്ട് ചായ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു 3 ഗ്ലാസ് വെള്ളത്തിൽ അല്പം കറുകപ്പട്ടയും അല്പം ഇഞ്ചിയും ഇട്ട് തിളപ്പിക്കുക. ഭംഗിയായി തിളച്ച് ഇതിൻ്റെ സത്ത് വെള്ളത്തിൽ എത്തിയതിനു ശേഷം അത് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ഏതെങ്കിലും ചെമ്പരത്തിപ്പൂവിലേക്ക്, ആ കപ്പിലേക്ക്, ചെമ്പരത്തിപ്പൂ വെച്ചിരിക്കുന്ന കപ്പിലേക്ക് നമ്മൾ ഒഴിക്കുക. 3 ചെമ്പരത്തിപ്പൂവെങ്കിലും മിനിമം വേണം. അത് ഏതാനും മിനിറ്റ് അടച്ചു വയ്ക്കുക. അടച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ സത്ത് ആ വെള്ളത്തിൽ, അതായത് നമ്മൾ തയ്യാറാക്കി ഒഴിച്ച കറുവപ്പട്ടയും ഇഞ്ചിയും ചേർന്ന വെള്ളത്തിൽ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ സത്ത് ലയിക്കും. അങ്ങനെയാകുമ്പോൾ അതിലേക്ക് അല്പം പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ തേനോ ഒഴിക്കാം. ഒഴിച്ചിട്ട് അരിച്ച് നമുക്ക് കുടിക്കാവുന്നതാണ്. ഏറ്റവും സ്വാദിഷ്ടവും ശരീരത്തിന് വളരെയധികം ഗുണപ്രദവുമായ ഒരു പാനീയമാണ് ഈ ചെമ്പരത്തി ചായ. പിന്നീട് നമുക്ക് ഈ ചെമ്പരത്തിപ്പൂവ് ഉണക്കിപ്പൊടിച്ച് അധികം തവിട് കളയാത്ത പച്ചരിയുടെ ഒപ്പം ചേർത്ത് അരച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇതും നമ്മുടെ ശരീരത്തിന് വളരെയധികം ഔഷധ ഗുണം പ്രദാനം ചെയ്യുന്നതും ശരീരത്തിന് പോഷകസമ്പുഷ്ടമാവുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ്. നമ്മുടെ രക്തത്തിൽ ചുവന്നാണുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും രക്തചംക്രമണം നല്ല രീതിയിലാക്കുവാനും ഇതുമൂലം കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി അസുഖങ്ങളെ ചെറുക്കാൻ ഈ ചെമ്പരത്തി ഔഷധത്തിന് കഴിയും. കൊളസ്ട്രോൾ, പൊണ്ണത്തടി, അതുപോലെ ഗർഭാശയ മുഴ, അൾസർ, ഹൃദ്രോഗം തുടങ്ങിയ ഒട്ടനവധി രോഗങ്ങൾക്ക് ഒരു മരുന്നായിട്ട് ഈ പറഞ്ഞ രീതി നമുക്ക് പിന്തുടരാവുന്നതാണ്.
അതുപോലെ തന്നെ ചെമ്പരത്തി പൂവ് പ്രധാനമായി ചേർത്തുണ്ടാക്കുന്ന ചെമ്പരത്തിയാതി എണ്ണ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ ദിവസവും തേച്ച് കുളിപ്പിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന കരപ്പനും അതുപോലെ തന്നെ മറ്റ് ത്വക്ക് രോഗങ്ങളും വരാതെ ഇരിക്കാൻ ഉത്തമവും, കുഞ്ഞുങ്ങളുടെ ത്വക്ക് വളരെ മൃദുലവും ആയി കിട്ടുന്നതിന് ഉത്തമമാണ്. അതുപോലെ തലമുടി വളരാനും താരനും മുടി കൊഴിച്ചിലും ഒക്കെ മാറി മുടി സമർത്ഥമായി വളരാനും ഒക്കെ കൂട്ടുന്ന എണ്ണയിൽ നമുക്ക് ഏതാനും ചെമ്പരത്തിപ്പൂ കൂടി ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഔഷധ ഗുണം വർദ്ധിക്കുന്നതാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒട്ടനവധി ഔഷധ ഗുണങ്ങളടങ്ങിയ ഈ ചെമ്പരത്തി നമുക്ക് അവഗണിക്കാൻ പറ്റത്തില്ല. നമ്മുടെ പറമ്പുകളുടെ വേലിക്കായിട്ട് നമുക്ക് ചെമ്പരത്തി നട്ടു വളർത്താമെങ്കിൽ ഓരോ വർഷവും നമുക്ക് പച്ചിലവളം ഇതിൽ നിന്നും ആവശ്യത്തിന് ലഭ്യമാകും. വളരെ ഫലഭൂഷ്ടമായ ഈ പച്ചിലവളം നമ്മുടെ കൃഷികൾക്ക് വളരെ മുതൽക്കൂട്ടായിരിക്കും. പിന്നെ ചെടിച്ചട്ടികളിലോ നമുക്കിത് നട്ടു വളർത്തി പരിചരിക്കാം. ഇത് നിത്യേന രാവിലെ ഈ ചെമ്പരത്തിപ്പൂവ് നമ്മൾ കാണുകയാണെങ്കിൽ ആ ചെമ്പരത്തിപ്പൂവിൽ നിന്നും നമുക്ക് പ്രത്യേകമായ ഒരു അനുഭവം ഉണ്ടാകുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അതിൻ്റെ നിറമായിരിക്കാം ഒരു പക്ഷേ ഇതിന് പ്രധാനപ്പെട്ട കാരണം. യാതൊരു പണച്ചിലവുമില്ലാതെ വളർത്താൻ പറ്റുന്ന ഇത്തരം ചെടികളെ നാം അവഗണിച്ചുകൂടാ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇലറിഞ്ഞ ബ്ലോഗിൻ്റെ പ്രേക്ഷകർ ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ മുറ്റത്തോ ഒരു ചെറിയ ചെമ്പരത്തി നട്ടു വളർത്തി പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ്. വല്ലപ്പോഴും അല്പം വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താലധികം മറ്റ് പണച്ചിലവൊന്നുമില്ല. അങ്ങനെ നമുക്ക് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നമുക്ക് തല കഴുകുന്നതിന് വേണ്ടി ഇതിൻ്റെ താളിയെടുക്കാം. അപ്പം നമ്മൾ മേടിക്കുന്ന ഷാമ്പു മുതലായവയുടെ പൈസ നമുക്ക് ലാഭിക്കുന്നു. ഒപ്പം ഈ നാച്ചുറലായിട്ടുള്ള പ്രാകൃതികമുള്ള ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം മൂലം നമ്മുടെ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കാനും രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കാനും നമുക്ക് കഴിയുന്നു എന്നത് കൊച്ചു കാര്യമൊന്നുമില്ല. അപ്പം ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ ഇത്തരത്തിലുള്ള ഈ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവ് ചെവിയിൽ ചൂടുന്ന ഒരു ശീലമാക്കിയാൽ നമ്മുടെ ശരീരത്തിൻ്റെ താപനില കുറയും. അപ്പോൾ അതും നമുക്ക് വീട്ടിലും നമ്മുടെ പറമ്പിലുമൊക്കെ നടക്കുന്ന സമയത്ത് ഒരു ചെമ്പരത്തിപ്പൂ പറിച്ചെടുത്ത് അതിൻ്റെ ഇതളുകൾ പുറകോട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ ചെമ്പരത്തി നമ്മുടെ ചെവിയിൽ ചൂടുകയാണെങ്കിൽ ശരീരത്തിൻ്റെ താപനില കുറയ്ക്കാൻ അത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ കാളി ക്ഷേത്രങ്ങളിൽ ഇത്തരം ചെമ്പരത്തികളുടെ മാല പൂജയ്ക്കായിട്ട് കൊടുക്കുകയോ മാല കെട്ടി മാല പ്രതിഷ്ഠയിൽ ചാർത്തുകയോ ചെയ്തു കഴിയുന്നതും വളരെ ഐശ്വര്യദായകമാണെന്നും അഭീഷ്ടസിദ്ധി കൈവരുമെന്നുമൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും നിരവധി ഉപയോഗങ്ങളും പ്രയോജനങ്ങളുള്ള ഈ ചെമ്പരത്തി നമുക്ക് അവഗണിക്കാൻ പാടില്ല. എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും എല്ലാവിധ പിന്തുണയും എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഞങ്ങൾക്ക് നൽകും എന്നുള്ള വിശ്വാസത്തോടുകൂടി തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.